ടെലഗ്രാമിൻ്റെ പുതിയ കോപ്പിറൈറ്റിൻ്റെ സംവിധാനങ്ങൾ വന്നേ പിന്നെ ടെലഗ്രാം ചാനലുകൾ നടന്നവർക്ക് ഭയങ്കര സീനാണ്. കാരണം ഒരു ടെലഗ്രാം ചാനലിൽ പുതിയ പടങ്ങൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി താമസിയാതെ തന്നെ അത് കോപ്പിറൈറ്റ് അടിച്ചു പോകും. അപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനൊരു ലിമിറ്റുണ്ട്. ചാനലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. 90% കിട്ടാതിരിക്കാൻ തന്നെയാണ് സാധ്യത. അത് വളരെ ചുരുക്കം പേരുടെ ഇനി കിട്ടിയാലും ചാൻസ് ഉള്ളൂ. എൻ്റെ ഇതുവരെ ഒരു ചാനൽ പോലും കോപ്പിറൈറ്റ് അടിച്ചു പോയി തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പോലും പിന്നെയും ഒരുപാട് പേര് വന്ന കോപ്പിറൈറ്റ് പിന്നെയും പെട്ടെന്ന് ഒരുപാട് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇതിനെപ്പറ്റി ചില മിഥ്യാധാരണകളുണ്ട്. അതായത് അവർ പറയുന്നത് തെറ്റാണ്. കാരണം അവരുടെ കോപ്പിറൈറ്റ് കിട്ടുന്നതിനെ പറ്റിയുള്ള ചിലരുടെ തെറ്റിദ്ധാരണകൾ നമ്മൾ ഇന്ന് വീഡിയോ കൊണ്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും കോപ്പിറൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിലരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് തരുന്ന വേറെയുള്ള ടെലഗ്രാം ഓണേഴ്സാണ്. ഇപ്പോൾ മല്ലു മൂവീസാണ് മെയിനായിട്ട് നമ്മൾ ടെലഗ്രാമിലേക്ക് തമിഴ് റോക്കേഷൻ്റെ സൈറ്റിൽ നിന്നായാലും OTTയിൽ നിന്നായാലും സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ അവരാണെന്ന് അറിയത്തില്ല, അവരുടെ ചാനലാണ് ആദ്യമായിട്ട് ഫയൽസ് എല്ലാം വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ചാനലിൽ ഫയൽസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഫയൽസ് ഫോർവേഡ് ചെയ്ത് റീനെയിം ചെയ്ത് തമ്പനയിൽ മാറ്റി നമ്മൾ നമ്മുടെ ചാനലിലേക്ക് ഇടും. അപ്പോൾ ചിലരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മല്ലു മൂവീസ് അല്ലെങ്കിൽ ആദ്യം ഫയലിട്ട് അവരാണ് നമുക്ക് കോപ്പിറൈറ്റ് തരുന്നതെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അത് അവരുടെയും കണക്കിലല്ല. കാരണം ഈ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് കണ്ടൻറ്റിൻ്റെ ഓണേഴ്സാണ് അതിന് കോപ്പിറൈറ്റ് തരുന്നത്. കാരണം നമ്മളൊരു സിനിമ ഇറക്കി കഴിയുമ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് ഈ ടെലഗ്രാമിലെ ആരുടെയും സ്വന്തം സാധനമല്ല. ഇത് അവരുണ്ടാക്കിയിരിക്കുന്ന അവരുടെ ആൾക്കാരുടെ സാധനമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് നമുക്ക് കോപ്പിറൈറ്റ് തരുന്നത്. ആ ഒരു ഫയലിൻ്റെ റീനെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ തമ്പനയിൽ മാറ്റിയിട്ടോ യാതൊരു കാര്യമില്ല. ആ ഒരു ഫയൽ എവിടെ ഇടുന്നു ആ ഒരു ഫയലിന് അവർ കോപ്പിറൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഏതൊക്കെ ചാനലുണ്ടോ ആ ഒരു ചാനലിലെല്ലാം കോപ്പിറൈറ്റ് സംഭവം കിട്ടും. അപ്പോൾ മെയിനായിട്ട് വരുന്ന അപ്പക്സ് എന്നൊക്കെ പറഞ്ഞ സൈറ്റിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് കോപ്പിറൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു കോപ്പിറൈറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സ്വന്തമല്ലാത്തൊരു കണ്ടൻറ്റ് നമ്മൾ എടുത്തിട്ട് കഴിയുമ്പോൾ ആ കണ്ടൻറ്റിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് ശരിക്കുമുള്ള ആൾക്കാർ ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നു. അതായത് ഈ ഒരു സംഭവം എൻ്റെയാണ്, ഈ ഒരു സംഭവം വേറെ ആൾ ഉപയോഗിച്ചു, അപ്പോൾ അവർക്കെതിരെ ചെറിയൊരു പണി കൊടുക്കുന്നു. അതാണ് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് യൂട്യൂബിലെല്ലാം വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ടെലഗ്രാമിലേക്കും ഈ ഒരു സംഭവം കോപ്പിറൈറ്റിൻ്റെ സംഭവം വന്നാൽ പിന്നെ ഈ ഒരു ഫയൽ മിക്കവർക്കും ഒരുപാട് പേർ കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിലാണ് മെയിനായിട്ട് കോപ്പിറൈറ്റ് കിട്ടുക. കാരണം അവിടെ നമ്മൾ ഫയൽസ് എല്ലാം ഇടുക, പുതിയ സിനിമകളുടെ ഫയൽസ്. ചിലപ്പോൾ ചില സിനിമകൾക്ക് കോപ്പിറൈറ്റ് കിട്ടത്തില്ല, ചിലപ്പോൾ ചില സിനിമകൾക്ക് എപ്പോഴും കോപ്പിറൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഓരോ സിനിമകളുടെ ഓണേഴ്സ് കോപ്പിറൈറ്റിന് വേണ്ടി ഈ ടെലഗ്രാമിനെ സമീപിക്കുകയും ടെലഗ്രാമിന് മെസ്സേജ് വിടുകയും അപ്പോൾ ടെലഗ്രാം നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ നടത്താനായിട്ട് നോക്കുക. ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഓട്ടോ ഫിൽട്ടർ ബോട്ടുകളും ഫയൽ ഷെയറിംഗ് ബോട്ടുകളും വെച്ചുകൊണ്ട് നമ്മുടെ ഫയൽസ് സേഫ് ആക്കി വയ്ക്കുക. നമ്മളൊരു ചാനലിലേക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ചാനലിലേക്ക് വേറെ സബ്സ്ക്രൈബേഴ്സ് കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽസ് ഫോർവേഡ് ചെയ്യും, റീനെയിം ചെയ്യും, തമ്പനയിൽ മാറ്റും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് ആ ഒരു ഫയലിന് കോപ്പിറൈറ്റ് കിട്ടും. ഈ ഒരു ചാനലെല്ലാം കോപ്പിറൈറ്റ് കിട്ടി ആ ഒരു ചാനൽ അപ്പോൾ തന്നെ അടിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ചില കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ എന്ന് പറയുന്നത് ആദ്യം 1, 2, 3 തവണ വാണിംഗ് വരും, പിന്നെ അടുത്തതിന് ആ ഒരു കോപ്പിറൈറ്റ് ആ ഒരു ചാനൽ അടിച്ചു പോകും. ആ ഒരു ഫയൽസ് ചിലപ്പോൾ ഫുള്ള് ഫയൽസ് ഡിലീറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ആ ഒരു ചാനൽ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ ഓട്ടോ ഫിൽട്ടർ ബോട്ടുകൾ, കാരണം ഓട്ടോ ഫിൽട്ടർ ബോട്ടുകൾ ചെയ്യുമ്പോൾ ആ ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ബോട്ടിൻ്റെ PM പോയി സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഫയൽ കിട്ടും, അല്ലെങ്കിൽ ഒരു ബോട്ടിൻ്റെ PMലേക്ക് നേരിട്ട് ഫയൽ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഫയൽ നമ്മുടെ PMലേക്ക് അയച്ചു തരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ടെലഗ്രാം ചാനൽ ഈ ഒരു ഫയൽസ് എല്ലാം ഇട്ടിരിക്കുന്ന ടെലഗ്രാം ചാനലിലേക്ക് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിന് ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫയൽ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അതൊരു പ്രൈവറ്റ് ചാനലാണെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഫിൽട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഫയൽ ഷെയറിംഗ് ബോട്ടിൽ യൂസ് ചെയ്യുക. കാരണം സീരീസുകൾ നമുക്കറിയാം ഓട്ടോ ഫിൽട്ടർ ബോട്ടിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ മൂവി കളക്ഷൻസ്, ഇപ്പോൾ തന്നെ സ്പൈഡർമാൻ്റെ സിനിമ സ്പൈഡർമാൻ 1, 2, 3, അമേസിംഗ് സ്പൈഡർമാൻ 1, 2, ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോം, നോ വേ ഹോം, അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ സ്പൈഡർവേഴ്സ്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. നമ്മളിപ്പോൾ സ്പൈഡർമാൻ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോ ഫിൽട്ടർ ബോട്ടിൽ നിന്നും ഈ ഒരു സിനിമയുടെ എല്ലാ ഫയൽസും എടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. സോ അങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു സീരീസ് സെർച്ച് ചെയ്ത്, ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മണി ഹീസ്റ്റൺ സെർച്ച് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതലൊന്നും അല്ല, അല്ലെങ്കിൽ ഓർഡറിലല്ല ഈ ഓട്ടോ ഫിൽട്ടർ ബോട്ടിൽ വരിക. അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പെടണം ഓരോ എപ്പിസോഡും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫയൽ ഷെയറിംഗ് ബോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഫയൽ ഷെയറിംഗ് ബോട്ട് ഉണ്ടാക്കിയതിന് ശേഷം
അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ ചാനലിലേക്ക് മെമ്പേഴ്സിന് ആക്സസ് ഇല്ല. ഫയൽ ഷെയറിംഗ് ബോർഡിൽ പോയി സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഫയൽസ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഫയൽ ഷെയറിംഗ് ബോർഡിൻ്റെ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഫയൽ ഷെയറിംഗ് ബോർഡ് ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, കാരണം ടെലഗ്രാമിൻ്റെ പുതിയ അപ്ഡേഷൻസ് കാരണമാണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ഫയൽ ഷെയറിംഗ് ബോട്ട് ഉള്ളവർ ആ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ട് പബ്ലിക്കായിട്ട് കിട്ടാൻ സാധ്യതയില്ല. സോ ഫയൽ ഷെയറിംഗ് ബോട്ട് ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ടിനകത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചാനലിലേക്ക് ഫയൽസ് ഇടുക. ആ ഒരു ചാനലിൽ മെമ്പേഴ്സിന് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ചാനൽ ലിങ്ക് നിങ്ങൾ വേറെ ആർക്കും ഷെയർ ചെയ്യാനായിട്ടും പാടില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരുപാട് കോപ്പി റൈറ്റുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം പുതിയ സിനിമകൾ ഇടുന്നുണ്ട്, ഉറപ്പായിട്ടും ആ ഒരു ചാനലിന് കോപ്പി റൈറ്റ് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഫയൽസിന് എണ്ണം കൂടുമ്പോഴും കോപ്പി റൈറ്റ് കിട്ടും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു ചാനലിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെയിൻ ചാനൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ ഒരു മെയിൻ ചാനൽ സിനിമകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതും ഉണ്ടാകും, പുതിയ സിനിമകൾ. അപ്പോൾ ഇടുന്ന സമയത്ത് ഒരു സിനിമ ഇട്ട് കഴിയുമ്പോൾ പഴയ സിനിമ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഇട്ട സിനിമ ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഒരു 10 ഫയൽസ് താഴെ എപ്പോഴും ആ ഒരു ചാനൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ഉറപ്പുമില്ല, കിട്ടാനുള്ള സാധ്യതയുമുണ്ട്, പക്ഷെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുതിയ സിനിമകൾ ഇടുമ്പോൾ പഴയ അത് കിടക്കുന്ന സിനിമകൾ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ വളരെ മിനിമത്തിൽ ഫയൽസ് ആ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി കാണും എല്ലാ ചാനലിനും കോപ്പിറൈറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മെയിൻ ചാനലുകൾക്കൊക്കെ എപ്പോൾ നോക്കിയാൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ കോപ്പിറൈറ്റും കിട്ടുന്നില്ല. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മല്ലു മൂവീസിൻ്റെ ഗ്രൂപ്പ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മല്ലു മൂവീസിന് ഒരുപാട് ചാനലുകളുണ്ടായിരുന്നു. ആ ചാനലുകൾക്ക് ഇഷ്ടം പോലെ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ പിന്നെ ഭയങ്കര സീനാക്കി. ഇപ്പോൾ എല്ലാം ഓട്ടോ ഫിൽട്ടർ ബോർഡിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഓട്ടോ ഫിൽട്ടർ ബോർഡുകളും ഫയൽ ഷെയറിംഗ് ബോർഡുകളും ഫിൽട്ടർ ബോർഡ് കൊടുത്താലും പറ്റത്തില്ല. കാരണം ഫിൽട്ടർ ബോട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ചാനലിലേക്ക് നേരിട്ടാണ് ലിങ്ക് പോകുന്നത്. ആ ഒരു ചാനലിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടെലഗ്രാം കോപ്പിറൈറ്റ് ഇങ്ങനെ കിട്ടാതിരിക്കുക എന്നുള്ള വീഡിയോ ഫുള്ള് കാണുക. ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. ഇത് തന്നെ കണ്ടതിന് ശേഷം വളരെ വൃത്തിയായിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒരു കാരണവശാലും ഫയൽസ് ഇടാനായിട്ട് പാടില്ല. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുമില്ല, പക്ഷേ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ബോട്ട് വഴി സിനിമകൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ കൊണ്ടുപോകാനാണ് നടക്കുള്ളൂ. കാരണം ടെലഗ്രാമിൽ ഇപ്പോൾ വളരെ ഭയങ്കര തരത്തിലുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളാണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സിനിമകൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ സ്പാം കമൻസ്, പോണ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ടെലഗ്രാം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും സിനിമകൾ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും ടെലഗ്രാമിന് സാധിക്കത്തില്ല. കാരണം ആയിരക്കണക്കിന് ചാനലുകളിൽ ഈ ഫയൽസ് മൊത്തം കിടപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫയൽസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് ഒരു ചാനലിലേക്ക് കിട്ടുന്നതിന് ശേഷം ഓട്ടോ ഫിൽട്ടർ ബോർഡ് സെറ്റ് ചെയ്യുക, ഫയൽ ഷെയറിംഗ് ബോർഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ടെലഗ്രാമിൻ്റെ ആ ഒരു സിനിമയുടെ ഓണേഴ്സാണ് കോപ്പിറൈറ്റ് തരുന്നത്, അല്ലാതെ വേറെയുള്ള ചാനലുകളോ അല്ലെങ്കിൽ ആ ഒരു തമ്പനയിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു പേര് ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല. ആ ഒരു ഫയൽ റീനെയിം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. റീനെയിം ചെയ്താലും ചെയ്തില്ലെങ്കിലും കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി എടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.